ഹായ് എവരിവൺ. സോ നമ്മുടെ +2 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററോ സെക്കൻഡ് ചാപ്റ്ററോ എന്നുള്ള രീതിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും. സോ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ C++ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ +1 ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് C++ എന്ന് പറയുന്ന പ്രോഗ്രാം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, +1 ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ഏരിയ ആണ് C++ എന്ന് പറയുന്നത്. നമുക്ക് +2 നമുക്ക് ഈ ഒരു C++ പ്രോഗ്രാമിങ്ങിൻ്റെ ലാബ് എക്സാമും കൂടെ വരുന്നുണ്ടാവും. സോ ഈ ഒരു C++ പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കിത് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഈ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലോജിക് റിലേറ്റഡ് ആണ് അല്ലേ. ഇപ്പം നമുക്കൊരു സിനാരിയോ തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എങ്ങനെയാണോ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെയാണോ ഒരു ഔട്ട്പുട്ട് വേണ്ടത്, ആ ഒരു ലോജിക് ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ്ലി ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് ആ ഒരു ലോജിക് ബേസ്ഡ് ആയിട്ടാണ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വളരെ ഈസിലി പഠിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാം കൂടെയാണ്. അഥവാ ലോജിക്കലി നമ്മൾ പഠിക്കുമ്പം നമ്മൾ മെയിൻലി പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. സോ ഈ 2 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ സിൻടാക്സുകളും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും. ഈ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു C++ പ്രോഗ്രാം നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു, ഒന്ന് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണോ സിനാരിയോ അതിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ലോജിക്കലി ഡിസിഷൻ എടുക്കുന്നത്, ആൻഡ് തേർഡ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഴുതേണ്ട ഒരു പാറ്റേൺ ഉണ്ടാവും. പ്രോഗ്രാമിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെമിക്കോളൻ, കോമ, കേളി ഫ്രേസസ് പോലുള്ള ഓരോ കാര്യങ്ങളും എന്താണ് നമുക്ക് ഈ ഒരു C++ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെ ഈസിലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എന്ത് ലോജിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക, ആൻഡ് ഫൈനലി എന്ത് ചെയ്യുക, വളരെ ഈസിലി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ഏരിയ കംപ്ലീറ്റ്ലി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ +1 പഠിച്ചതിനേക്കാളും കുറച്ചും ബ്രോഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും +2 നമുക്ക് ചെയ്യാനുണ്ടാവുക. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.